ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയായ വാണിയംകുളം ചന്ത പാലക്കാട് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയില് ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ബുധനാഴ്ച വൈകിട്ട് തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. വ്യാഴാഴ്ച ഉച്ചവരെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന ഒരു അടിപൊളി ചന്തയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോകുന്നതും ഈ ചന്തകളിൽ നിന്നാണ്. നമുക്ക് ഈ ആഴ്ചയിൽ വന്ന കന്നുകാലികളെയും വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വളർത്തുകുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞാൽ ഇനി കന്നുകാലികൾ വളർത്തുകുട്ടികളെ മേടിക്കുന്ന തിരക്കായിരിക്കും ചന്തയിൽ. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ വളർത്തുകുട്ടികൾ ചന്തയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാൾ ഇനി അടുത്ത വ്യാഴാഴ്ചയാണ് പെരുന്നാള്. പെരുന്നാളിന് മുൻപ് ഇനി തിങ്കളാഴ്ച പെരുന്നാൾ സ്പെഷ്യൽ ചന്തയും വ്യാഴാഴ്ചത്തെ ചന്ത ബുധനാഴ്ചയും ഈ ആഴ്ച നടക്കുന്നുണ്ട്. ഈ ആഴ്ച ഇനി 2 ചന്ത കൂടി പെരുന്നാളിന് മുൻപ് നടക്കുന്നുണ്ട്. ഈ കാണുന്ന വളർത്തുകുട്ടികൾക്ക് കാളക്കുട്ടികളും പശുക്കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. മിക്സർ ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. കൂടുതലും കാളക്കുട്ടികളാണുള്ളത്. പല ബ്രീഡിലുള്ള പല വലുപ്പത്തിലുള്ള വളർത്തുകുട്ടികളുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികളൊക്കെ ഏകദേശം 18,000 രൂപ മുതൽ 30,000 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ബ്രീഡ്പ്പെട്ടുള്ള കുട്ടികളും ഉണ്ട്, ക്രോസ് ബ്രീഡ് കുട്ടികളും ഉണ്ട്. കാങ്ക്രേജ് ഉണ്ട്, കാങ്കേ ഉണ്ട്, ഗിയർ ഉണ്ട്, ഓങ്കോൾ ഉണ്ട്. അങ്ങനെ പല ബ്രീഡ്പ്പെട്ടുള്ള കുട്ടികളും ആ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കാങ്കയം ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കന്നാണ്. ഏകദേശം ഒരു 100-120 കിലോനൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. ആ കാണുന്ന കന്നിന് അല്ലെങ്കിൽ ആ പരുവത്തിനുള്ള കന്നുകാലികൾക്കൊക്കെ ചന്തയിൽ 60 രൂപ 70 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് കാളകളെ കെട്ടിയിട്ടുണ്ട്. കാങ്കയം ബ്രീഡപ്പെട്ടത്, അതേപോലെ തന്നെ ജല്ലിക്കെട്ട് കാളകള്, പുലികുളം ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികളാണ്. കൂടുതലും തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കന്നുകളാണ് ഇതായി കാണുന്നത്. ഈ കൂട്ടത്തിൽ ഏകദേശം 85 കിലോ മുതൽ 150-200 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാളകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിന് അനുയോജ്യമായ രീതിയിലുള്ള കാളകളാണ്. ഈ കാണുന്ന ലൈനിൽ, അതിന്റെ തൊട്ട് പിറകിലത്തെ ലൈനിലൊക്കെ കെട്ടിയിട്ടുള്ളതൊക്കെ എല്ലാം ഏകദേശം 2 വയസ്സ് പ്രായം കഴിഞ്ഞ പെരുന്നാളിന് അനുയോജ്യമായ രീതിയിലുള്ള കന്നുകാലികളാണ്. ഇതേപോലെയുള്ള കാളകൾക്കാണ് ആവശ്യക്കാർ ഇപ്പൊ ചന്തയിൽ കൂടുതലായിട്ടുള്ളത്. ഏകദേശം 85 കിലോ മുതൽ 200 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള കന്നുകാലികൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകാലികൾക്കൊക്കെ ഏകദേശം 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കൊമ്പുകളൊക്കെ ചീകി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ വന്നാൽ ഇതേപോലെ കൊമ്പുകൾ ചീവി മിരിക്കുന്നതും മോന്തക്കയർ മൂക്കയറൊക്കെ മാറ്റുന്നത്, കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്നത്, അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണണമെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ വരണം. പൊട്ടിയ കൊമ്പുകളൊക്കെ മുറിച്ച് ഷെയ്പ്പാക്കുകയാണ്. ചീകി മിനുക്കിയിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ അതിന്റെ കൊമ്പ് പൊട്ടിയതാണെന്ന് തോന്നില്ല. അങ്ങനെ അവർ വൃത്തിയിൽ ചീകി മിനുക്കി നിർത്തും. അതേപോലെ കൂടുതൽ പ്രായമുള്ള കന്നുകാലികളെയും ഇതേപോലെ കൊമ്പുകളൊക്കെ ചെത്തി മിനുക്കിയിട്ട് നിർത്താറുണ്ട്. കാണുമ്പോൾ ഭംഗി തോന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതേപോലെ ചെയ്യുന്നത്. ഇതേപോലെയുള്ള കന്നുകൾ അല്ലെങ്കിൽ ഈ പരുവത്തിനുള്ള കന്നുകാലികളൊക്കെ ഏകദേശം 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് ഇവിടെ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനേക്കാൾ വില കൂടിയ കന്നുകൾ, ഇതിനേക്കാൾ വലുപ്പത്തിലുള്ള കന്നുകൾ കുറച്ചുകൂടി അപ്പുറത്ത് മാറ്റി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകളാണ്. ഇതേപോലെയുള്ള കന്നുകാലികൾക്കൊക്കെ ചന്തയിൽ നാനോ കന്നുകൾ, പട്ടിക്കന്നുകൾ എന്നൊക്കെയാണ് ചന്തയിൽ ആളുകൾ പറയുന്നത്. ഇതെല്ലാം ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികളാണ്. അത്യാവശ്യം വലുപ്പത്തിനുണ്ടാവും, കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം വലുപ്പം ഉണ്ടാകും, ഇറച്ചി തൂക്കം ഉണ്ടാകും. ഈ കാണുന്ന കന്നുകാലികളൊക്കെ ചെറുതും വലുതൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഏകദേശം 50,000 രൂപ മുതൽ 80,000-85,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. ഏകദേശം 200 കിലോക്ക് താഴെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള കന്നുകളാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്.
ഇവിടെ ഈ ഭാഗത്ത് ഓങ്കോൾ ബ്രീഡ് പെട്ടത്, അതേപോലെ ആന്ധ്ര ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് കാളകളെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നല്ല വലുപ്പത്തിനുള്ള, നല്ല രീതിയിൽ മീറ്റ് കിട്ടുന്ന, ഏകദേശം ഒരു 200 കിലോക്ക് മുകളിൽ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ കാളകളെയാണ് ഇതാ ഇവിടെ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകാലികൾക്കൊക്കെ ഏകദേശം 90,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. ഓരോന്നും അടിപൊളി കന്നുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള കന്നുകളാണ്, പെരുന്നാളിനൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള കന്നാണ്. അതേപോലെ ഇവിടെ കാങ്കയം ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു കന്നിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇത് രാവിലെ കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ അടുത്ത ആളുകളെ കാണുന്നില്ല. അതേപോലെ തൊട്ടിപ്പുറത്തായിട്ട് HFന്റെ ബ്രീഡ്, HF ജേഴ്സി ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുള്ള കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ്, 3-4 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ്. പാലിന്റെ ആവശ്യം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫാമുകളിൽ അവരുദ്ദേശിച്ച പാലിന്റെ അളവ് കിട്ടാഞ്ഞിട്ടൊക്കെ ചന്തയിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കയറ്റുന്ന കന്നുകളാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു പോത്തിൻകുട്ടിയെ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു കുട്ടിയാണ്. അതേപോലെ ഇവിടെ 2 പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം 2 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമായിട്ടുണ്ടാകും. തീറ്റയും വെള്ളമൊന്നും ഇല്ലാതെ നിൽക്കുന്നിടത്തുനിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ മീറ്റൊന്നും കയറിയിട്ടില്ല. വയസ്സുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 വയസ്സിൻ്റെ അടുത്ത് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഓരോരോ കുട്ടികൾക്ക് 55,000 രൂപയാണ് ചന്തയിൽ വില ചോദിച്ചത്. അതിൻ്റെ വലുപ്പവും ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് നമ്മൾ മേടിച്ച് നിർത്താന്നുള്ള ലെവലിൽ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 55 രൂപയാണ് വില ചോദിച്ചത്. ഇപ്പോൾ വളർത്തു കുട്ടികളെ എടുക്കുന്ന പൈസക്ക് വലിയ പോത്തുകളെ മേടിക്കാൻ കിട്ടും. ഏകദേശം ഒരു 100-120 കിലോനൊക്കെ മീറ്റുള്ള വലിയ പോത്തുകളെയൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വലിയ പോത്തുകൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നാടൻ പോത്തുകളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോത്തുകളൊക്കെ ഇഷ്ടംപോലെ ചന്തയിൽ വന്നിട്ടുണ്ട്. പോത്തുകളുടെ വീഡിയോ, വലിയ പോത്തുകൾ, നാടൻ പോത്തുകളെയും വലിയ പോത്തുകളെയും മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി പോയി കാണുക. ഈ ആഴ്ചത്തെ കാളകളെയും വളർത്ത് കാളക്കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ആ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമ്മൾ 2 ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ വാണിയംകുളത്തെയും കുഴൽമന്നത്തെയും ചന്തകളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.